നമസ്കാരം. വൈദ്യുതി നിരക്ക് വർധനവിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന് നടത്തും. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് ഇന്ന് കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രക്ഷോഭം നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCCയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഇന്ന് വൈകിട്ട് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു അറിയിച്ചു. നിരക്ക് കൂട്ടിയ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. ധിക്കാരപരമായ തീരുമാനമെന്നായിരുന്നു സുധാകരൻ വിശേഷിപ്പിച്ചത്. വർധനയിൽ പ്രതിഷേധിച്ച് UDF സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയിരുന്നു. യൂണിറ്റിന് 16 പൈസയുടെ വർധനവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന രീതിയിലാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. അടുത്ത വർഷം യൂണിറ്റിന് 12 പൈസ വർദ്ധിപ്പിക്കുമെന്നും ഉത്തരവിലുണ്ട്. വ്യാവസായിക മേഖലയിൽ ശരാശരി 2% നിരക്ക് വർധനയും വരുത്തിയിട്ടുണ്ട്. വൈദ്യുതി ബോർഡ് 30 പൈസയുടെ വർധനവാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ ഇത് തള്ളുകയായിരുന്നു. സമ്മർ താരിഫ്, ഫിക്സഡ് ചാർജ് എന്നിവ വേണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. ആദ്യത്തെ 40 യൂണിറ്റ് വരെ നിരക്ക് വർധനവ് ബാധകവുമല്ല. തുടർന്ന് അതിന് മുകളിൽ വരുന്ന യൂണിറ്റുകൾക്കാണ് വിവിധ തലത്തിലുള്ള നിരക്ക് വർധന ബാധകമാവുക. അതേസമയം രണ്ടാം പിണറായി വിജയൻ സർക്കാർ തുടർച്ചയായ 3-ാം വർഷവും വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 20 പൈസയും അതിന് മുൻപത്തെ വർഷം 25 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു. ഒരു സർക്കാർ തുടർച്ചയായി 3 വർഷവും വൈദ്യുതി നിരക്ക് കൂട്ടുന്നത് ചരിത്രത്തിൽ ഇത് ആദ്യമാണ്. ഒരു യൂണിറ്റിന് ഈ വർഷം 16 പൈസയും അടുത്ത വർഷം 12 പൈസയും കൂടും. 2026-27 നിരക്ക് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. 2.3% ശരാശരി വർധന ഡിസംബർ 5 മുതൽ പ്രാബല്യത്തിൽ വന്നു. കാർഷിക വൈദ്യുതി നിരക്ക് നിലവിലെ 2.5 രൂപയിൽ നിന്നും 2 രൂപ 35 പൈസയാക്കും. അടുത്ത വർഷം വീണ്ടും 5 പൈസ കൂടും. വ്യവസായങ്ങൾക്ക് 2% നിരക്ക് വർദ്ധിപ്പിച്ചു. അതായത് അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ 28 പൈസ കൂട്ടും. അതുകൊണ്ട് തന്നെ വലിയ നിരക്ക് വർധനവാണ് അടുത്ത സാമ്പത്തിക വർഷം പ്രതിഫലിക്കുക. 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായികൾക്ക് പകൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് 10% കിഴിവ് നൽകും. വീടുകളിൽ മാസം 250 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ നിന്നും രാത്രിയും പകലും വ്യത്യസ്ത നിരക്കും വാങ്ങും. ഈ നിരക്ക് KSEB നിശ്ചയിക്കും. ജനുവരി മുതൽ മെയ് വരെ വേനൽക്കാല നിരക്കായി യൂണിറ്റിന് 10 പൈസ വീതം അധികം വാങ്ങണമെന്ന KSEBയുടെ ആവശ്യം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല. മീറ്റർ വാടക ഇത്തവണ കൂട്ടിയിട്ടില്ല. ആവശ്യപ്പെടുന്നവർക്ക് പ്രതിമാസ ബില്ലും നൽകും. KSEB ആവശ്യപ്പെട്ടതിന്റെ പകുതിയിൽ താഴെയാണ് റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടാൻ ഉത്തരവിട്ടത്. ജനുവരി മുതൽ മെയ് വരെ 5 മാസത്തേക്ക് വേനൽക്കാല നിരക്കായി 10 പൈസ KSEB അധികം ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചിരുന്നില്ല. ചെറുകിട വ്യവസായങ്ങൾക്ക് 5 പൈസ വീതം 2 വർഷവും കൂടും. വൻകിട വ്യവസായങ്ങൾക്ക് ഈ വർഷം 10 പൈസയും അടുത്ത വർഷം 5 പൈസയും കൂടും. വീടുകളിൽ വിവിധ സ്ലാബുകളിലെ വർധന 15 മുതൽ 25 പൈസ വരെയാണ്. വീടുകളിൽ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നൽകേണ്ട ഫിക്സഡ് ചാർജ് 2 വർഷത്തേക്കും 5 മുതൽ 30 രൂപ വരെ കൂട്ടിയിട്ടുണ്ട്. ഇത് ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കൂടില്ല. പെട്ടിക്കടകൾക്ക് 5 പൈസ കൂടും. ഈ വർഷത്തെ നിരക്കുകൾ 2025 മാർച്ച് 31 വരെയാണ് ബാധകമാവുക. അടുത്ത വർഷത്തെ നിരക്കുകൾ 2027 മാർച്ച് 31 വരെ തുടരും. അതോടൊപ്പം കാലാകാലമുള്ള സർചാർജും നൽകേണ്ടി വരും. ഡിസംബറിൽ ഇത് യൂണിറ്റിന് 15 പൈസയാണ്. മീറ്റർ വാടക കൂട്ടില്ല. സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നവരുടെ നിരക്കുകളിലും മാറ്റം വരുത്തിയില്ല. ഉൽപ്പാദകർ രാത്രിയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി നിരക്ക് കൂടിയ നിരക്ക് കണക്കാക്കണമെന്ന ആവശ്യവും തള്ളിയിട്ടുണ്ട്. വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഡിമാൻഡ് ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട്. ചാർജിംഗ് നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ചാണിത്.